കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിക്ക് ആരുടെയും സഹായമില്ലാതെ എത്ര ദൂരം വരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ സാധിക്കും? ഈ ഒരു ചോദ്യം ഉയർത്തുന്നത് എന്താണ്? സുരക്ഷിതമായി, അതും ഒറ്റയ്ക്ക് പെൺകുട്ടികൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ എന്നുള്ളത് തന്നെയാണ് ആ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ എപ്പിസോഡിൽ അങ്ങനെ ഒരു കഥയാണ് പറയുന്നത്. ഒറ്റയ്ക്ക്, അതും ഒരു പൾസർ ബൈക്കിൽ കേരളത്തിൽ നിന്ന് കാശ്മീരിലേക്ക് പോയ കൽപ്പാത്തിയിലെ പെൺകുട്ടിയുടെ കഥ. യാത്രകളെ എല്ലായ്പ്പോഴും ഇഷ്ടപ്പെട്ടിരുന്ന സാധാരണ സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്ന ലക്ഷ്മി ഈ യാത്രയ്ക്ക് മുൻപ് വരെ പോയ ഏറ്റവും കൂടുതൽ ദൂരം തിരുവനന്തപുരമോ എറണാകുളമോ പഴനി, ഊട്ടി, ശിരുവാണി അല്ലെങ്കിൽ തൻ്റെ ബൈക്കിൽ പോയ വാഗമണ്ണിലോ ഒക്കെയാണ്. പിന്നെ എങ്ങനെ കാശ്മീരിലേക്ക്? അതൊരു പെൺകുട്ടിയുടെ വാശിയുടെ കൂടി കഥയാണ്. തൻ്റെ ചെറിയ യാത്രകൾ പോകുമ്പോൾ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനായ ടിക്ടോക്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന പതിവുണ്ടായിരുന്നു ലക്ഷ്മിക്ക്. വാഗമണ്ണിൽ പോയ യാത്രയുടെ വീഡിയോയുടെ അടിയിൽ വന്ന ഒരു പ്രകോപനപരമായ കമൻ്റാണ് കാശ്മീരിലേക്കുള്ള യാത്രയിലേക്ക് ലക്ഷ്മിയെ പ്രേരിപ്പിച്ചത്. ആ കമൻ്റ് ഇങ്ങനെയായിരുന്നു: വാഗമണ്ണിൽ പോയതൊക്കെ ഇത്ര വലുതാക്കി പറയണോ? അപ്പോൾ ലഡാക്കിലൊക്കെ പോയ ഞങ്ങൾ എന്തു പറയണം? ബൈക്ക് യാത്രകൾ ആണുങ്ങളുടേത് മാത്രമാണെന്നുള്ള ഒരു പൊതുധാരണ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു പെണ്ണിൻ്റെ ചെറിയ ബൈക്ക് യാത്രയ്ക്കുള്ള പ്രതികരണം ഈ ടിക്ടോക്ക് വീഡിയോ കമൻ്റായിരുന്നു. ലക്ഷ്മി പറയുന്നത് ലഡാക്കിലേക്കുള്ള യാത്രയുടെ സാധ്യതകൾ അറിയിച്ചത് ഈ കമൻ്റാണെന്നാണ്. അതുവരെ സൗത്ത് ഇന്ത്യയെക്കുറിച്ച് മാത്രം ചിന്തിച്ച ലക്ഷ്മിയുടെ മനസ്സിലേക്ക് ഇന്ത്യയുടെ അങ്ങേയറ്റത്ത് മഞ്ഞു മൂടിക്കിടക്കുന്ന കാശ്മീരിൻ്റെ സാധ്യതകൾ ചില റൈഡർ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ചിന്തിക്കുവാൻ പ്രേരണയായി. അതൊരു ചരിത്രത്തിൻ്റെ തുടക്കമായിരുന്നു. ഒരു പെൺകുട്ടിയുടെ അടങ്ങാത്ത യാത്രാദാഹത്തിൻ്റെ തുടർച്ച. 59 ദിവസങ്ങൾ, 11,400 കിലോമീറ്ററുകൾ. കൽപ്പാത്തിയിൽ നിന്ന് കാശ്മീരിലെ കർത്തുങ്കുലയിലേക്ക് ഒരു സോളോ റൈഡ്. പിന്നീട് തൻ്റെ പുതുമയുള്ള അനുഭവങ്ങളും ചിതറിയ ചിന്തകളും ഭംഗിയോടെ പുസ്തക രൂപത്തിലുമാക്കി. ഗിയർ ടു ലഡാക്ക്. ജൂലൈ 27 യാത്രയുടെ തുടക്കം. സാധാരണ ഇങ്ങനെ ഒരു യാത്രയുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. മാധ്യമപ്രവർത്തകരും സിനിമാ താരങ്ങളും രാഷ്ട്രീയക്കാരും അങ്ങനെ സ്ഥലത്തെ എല്ലാ പ്രധാന ആളുകളും, അല്ലേ? ഒരു വലിയ ഫ്ലാഗ് ഓഫ് സെറിമണി. പക്ഷേ ലക്ഷ്മിയുടെ യാത്രയുടെ തുടക്കം ഏറ്റവും ലളിതമായിരുന്നു. സ്വന്തം അച്ഛൻ മാത്രമാണ് അവരെ യാത്ര അയക്കാനുണ്ടായിരുന്നത്. ഒരുപക്ഷെ തൻ്റെ പിതാവിൻ്റെ പ്രതീക്ഷകളുടെ നിറപ്പകിട്ട് മാത്രമായിരുന്നു ആകെ അവിടെ ഉണ്ടായിരുന്നത്. എവിടേക്ക് പോയാലും തൻ്റെ മകൾ സുരക്ഷിതമായി തിരിച്ചെത്തുമെന്ന് അദ്ദേഹത്തിന് മാത്രം തികഞ്ഞ വിശ്വാസമുണ്ടായിരുന്നിരിക്കണം. ടിക്ടോക്കിൽ ഒരു ചെറിയ വീഡിയോ മാത്രം പോസ്റ്റ് ചെയ്ത് അച്ഛൻ്റെ അനുഗ്രഹത്തോടൊപ്പം പാലക്കാട്ടെ അംബികാപുരത്ത് നിന്ന് ലക്ഷ്മി യാത്ര തുടർന്നു. അവിടെ നിന്ന് മംഗലാപുരം, ഗോവ, പൂനെ, രാജസ്ഥാനിൽ കടന്ന് ജയ്സാൽമീർ, അജ്മീർ, പിന്നെ ആഗ്ര, ഡൽഹി, ശ്രീനഗർ. അങ്ങനെയായിരുന്നു യാത്രയ്ക്ക് പ്ലാൻ ചെയ്ത റൂട്ട്. ഒരു യാത്ര ചെയ്യുമ്പോൾ വേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്കറിയാമല്ലോ. പണം അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ്, നല്ല വാഹനം വേണം, യാത്രയിലുടനീളം വേണ്ട താമസ സൗകര്യങ്ങൾ, വേണ്ടത്ര വിശ്രമത്തിനുള്ള സൗകര്യങ്ങൾ, ഭക്ഷണം, കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്ത ഒരു യാത്രയാണല്ലോ ഉണ്ടാവേണ്ടത്. എന്നാൽ ലക്ഷ്മിയുടെ കാര്യത്തിൽ ഇതൊന്നുമില്ലായിരുന്നു എന്നതാണ് ഈ യാത്രയെ അതിസാഹസികമാക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ലക്ഷ്മി ഒരു പരിചയമുള്ള ബൈക്ക് യാത്രക്കാരിയല്ല. ആദ്യം ഓടിച്ചുകൊണ്ടിരുന്ന ഒരു സ്കൂട്ടിയിൽ നിന്ന് ബജാജ് പൾസറിലേക്ക് എത്തിയ ആൾ. 2018 ബജാജ് കമ്പനിയുടെ പൾസർ NS 200 ബൈക്ക് വാങ്ങിയത് തന്നെ. ആ വർഷത്തെ പ്രളയം കൽപ്പാത്തിയെയും വെറുതെ വിട്ടില്ല. ബൈക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വീടിൻ്റെ അടുത്തുള്ള കിണറിൻ്റെ അടുത്ത് കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. പ്രളയത്തിന് ശേഷം നന്നാക്കിയെടുത്ത ആ ബൈക്കിലാണ് ഈ യാത്ര. യാത്രയ്ക്ക് ആവശ്യമുള്ള പണത്തിൻ്റെ കാര്യമാകട്ടെ സ്വന്തം കയ്യിൽ നിന്ന് തന്നെയാണ് അവർ ചിലവാക്കിയത്. കയ്യിലുള്ള സമ്പാദ്യവും അച്ഛൻ നൽകിയ 3000 രൂപയും ഉൾപ്പെടെ 16,000 രൂപയാണ് യാത്ര തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നത്. മഹാരാഷ്ട്രയിലെത്തുമ്പോൾ അവരുടെ കയ്യിലെ പൈസ തീർന്നിട്ട് അവർ തൻ്റെ കാതിലെ കമ്മൽ വിൽക്കുവാൻ വരെ ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, അവർ യാത്ര ചെയ്യുമ്പോഴും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എന്നതാണ്.
അമേരിക്കൻ കമ്പനിയിലെ കസ്റ്റമർ സർവീസ് വിഭാഗത്തിലെ ടീം ലീഡറായാണ് അവർ ഓൺലൈനിൽ അമേരിക്കൻ സമയം അനുസരിച്ച് ജോലി ചെയ്തിരുന്നത്. എത്ര കഠിനമായാണ് അവർ ഈ യാത്ര തുടർന്നതെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒഴികെയുള്ള ആഴ്ചയിലെ 5 ദിവസങ്ങളിൽ രാത്രി 7 മുതൽ വെളുപ്പിനെ 4 മണി വരെ തൻ്റെ ജോലി ചെയ്ത ശേഷം കുറച്ചു നേരം ഉറങ്ങി വീണ്ടും യാത്ര തുടരുക. അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് ലഭ്യമാകുന്ന സ്ഥലങ്ങളിലാണ് അവർ കൂടുതലും താമസിച്ചിരുന്നത്. ഓരോ ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഹോട്ടൽ റൂം ഓൺലൈനിൽ ബുക്ക് ചെയ്യുക എന്ന ഒരു വെല്ലുവിളിയും കൂടിയുണ്ട്. പരിചിതമല്ലാത്ത പല സ്ഥലങ്ങളിലും അവർക്ക് റൂം നിഷേധിക്കപ്പെട്ടിട്ട് കൂടിയുണ്ട്. മറ്റ് റൈഡേഴ്സ് തികഞ്ഞ രീതിയിൽ ആസൂത്രണം നടത്തി പോകുന്ന യാത്രയിലുടനീളം ലക്ഷ്മിക്ക് കൂട്ടായി ഉണ്ടായിരുന്നത് അനിശ്ചിതത്വം മാത്രമാണ്. തെരഞ്ഞെടുത്ത യാത്രാ റൂട്ടിൽ നിന്ന് 2 പ്രാവശ്യം അവർക്ക് മാറിപ്പോകേണ്ടി വന്നിട്ടുമുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഗോകർണം കഴിഞ്ഞ് അവർ ഒരു കാനന പാതയിലേക്ക് അറിയാതെ കയറി. റോഡിനിരുവശവും ഇടതൂർന്ന വനം. കടുവയും ആനയും രാജവെമ്പാലയും മലമ്പാമ്പും ഒക്കെയുള്ള ആ വനത്തിൽ കൂടി തിരിഞ്ഞു പോകുവാൻ ഒരുപക്ഷെ സാധിക്കാത്ത രീതിയിൽ അവർക്ക് മുന്നോട്ട് തന്നെ പോകേണ്ടി വന്നു. ചരക്ക് ലോറികൾ മാത്രം ഉപയോഗിക്കുന്ന ആ റോഡിൽ തൻ്റെ ചെറിയ ബൈക്കിൽ 72 കിലോമീറ്റർ അധികം സഞ്ചരിച്ചാണ് കോലാപൂരിലേക്ക് എത്തുന്നത്. ആ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആ അധിക ദൂരം അവരുടെ ജോലിയും ബാധിച്ചില്ല. പിന്നീടൊരിക്കൽ മുൻകൂട്ടി തീരുമാനിച്ചതിന് വിപരീതമായി പുരിയിലേക്ക് പോകുന്നത് ഒഴിവാക്കി അവർ നാസിക്കിലേക്കും പോകുന്നുണ്ട്. മംഗലാപുരത്തു നിന്ന് തുടർന്ന മഴ മഹാരാഷ്ട്രയിലെത്തിയിട്ടും അവരെ വിടാതെ പിന്തുടരുകയായിരുന്നു. പൂനെയിലെത്തിയപ്പോൾ കയ്യിലെ പണം തീർന്നു. കയ്യിലുള്ള കമ്മൽ വിൽക്കുവാനായി പൂനെയിൽ തന്നെയുള്ള ഒരു ജുവലറിയിലെത്തി. അവിടെ പരിചയപ്പെട്ട ഒരു മലയാളിയുടെ കാര്യം പറഞ്ഞു. ഉദ്ദേശിച്ച പണം കിട്ടാത്തതുകൊണ്ട് അവർ ആ ഉദ്യമം ഉപേക്ഷിച്ച് നാസിക്കിലെത്തി അവിടെ നിന്ന് അവരുടെ ബന്ധുക്കൾ താമസിക്കുന്ന വാപ്പിയിലേക്ക് പോകുവാൻ തീർച്ചപ്പെടുത്തി. വാപ്പിയിലുണ്ടായ അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കം അവരുടെ തുടർ യാത്രയെ തടസ്സപ്പെടുത്തിയെങ്കിലും അതവർക്ക് ആദ്യത്തെ വിശ്രമവേളയായി. 4 ദിവസം നല്ല ഭക്ഷണവും ഉറക്കവും. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില സൂത്രങ്ങൾ അല്ലെങ്കിൽ ചില ഉപായങ്ങൾ യാത്രയിലുടനീളം കാണിക്കേണ്ടി വരാറുണ്ട്. സത്യത്തിൽ അതൊരു സൂത്രമോ കൗശലമോ അല്ല, പ്രായോഗിക ബുദ്ധിയാണ്. അങ്ങനെ ഒരു അനുഭവം നാസിക്കിൽ നിന്ന് വാപ്പിയിലേക്കുള്ള യാത്രയിൽ അവർക്കുണ്ടായി. മഹാരാഷ്ട്ര കഴിഞ്ഞ് ഗുജറാത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപാണത്. ലക്ഷ്മി പറയുന്നത് ഇങ്ങനെയാണ്. വാപ്പിയിലേക്കുള്ള യാത്രയിലാണ് വിചിത്രമായ ഒരു ചായക്കട കാണുന്നത്. മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു തിട്ടയ്ക്ക് മുകളിൽ ഓല കൊണ്ട് മേഞ്ഞ ഒരു ചായക്കട. ഞാൻ വണ്ടി അതിനടുത്ത് നിർത്തി. മഴ നിന്നിട്ടില്ല. കുറച്ച് ഗ്രാമീണർ അതിനകത്തിരുന്ന് കുശലം പറയുന്നുണ്ട്. ചിലർ ഒന്നും മിണ്ടാതെ തണുപ്പ് ആസ്വദിച്ച് ചായ കുടിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് കയറി ചെന്നതും ഒരു അന്യഗ്രഹ ജീവിയെ കാണുന്നത് പോലെ എല്ലാവരുടെയും നോട്ടം എന്നിലേക്ക്. സത്യത്തിൽ കോട്ടും ബൂട്ടും ഹെൽമറ്റും ഒക്കെ നിൽക്കുന്ന എന്നെ കണ്ടാൽ എനിക്ക് തന്നെ ചിലപ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. പിന്നെ ആ പാവം ഗ്രാമീണരെ പറഞ്ഞിട്ട് എന്ത് കാര്യം. ചായക്കടയിൽ കയറി ഹെൽമറ്റ് ഊരിയപ്പോൾ എല്ലാവരും പരസ്പരം പെറുപിറുക്കാൻ തുടങ്ങി. പെണ്ണാണെന്നറിഞ്ഞിട്ടാവും. ഞാൻ കടക്കാരനോട് ഒരു ചായ പറഞ്ഞു. അയാൾ വളരെ ബഹുമാനത്തോടെ ചായ കൊണ്ടുവന്ന് തന്നു. ഒരു സൊജിയും, നമ്മുടെ ഉള്ളിവട പോലത്തെ ഒരു പലഹാരം. കാരണം അതിന് 5 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും എല്ലാവരുടെയും ശ്രദ്ധ അതിലായിരുന്നു. പലരും ചായക്കടക്കാരനോട് എന്നോട് എന്തോ ചോദിക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ട്. അയാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, മോൾ ആരാണ്, എവിടേക്കാണ്? അങ്ങനെ കുറേ ചോദ്യങ്ങൾ. അപ്പോഴേക്കും ഞാൻ ഹിന്ദിയിൽ പണ്ഡിതയായി കഴിഞ്ഞിരുന്നു. ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്, കാശ്മീരിലേക്ക് പോവുകയാണ്, ഒറ്റയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരാകെ അമ്പരന്നു. പിന്നെ അവിടെ ഇരിക്കുന്ന പലരും വന്ന് കുശലാന്വേഷണം നടത്തി. അപ്പോഴാണ് മേശയിൽ വെച്ചിരിക്കുന്ന ഹെൽമെറ്റിൽ ഗോപ്രോ ക്യാമറയുടെ ലൈറ്റ് മിന്നുന്നത് കടക്കാരൻ കണ്ടത്. അയാൾ ഹെൽമെറ്റ് എടുത്ത് ഇതെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ ക്യാമറ വഴി എൻ്റെ യാത്ര മുഴുവനായി വീട്ടുകാർ ലൈവായി കാണുന്നുണ്ട്. നിങ്ങളിത് എടുത്തതുപോലും അവർ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. അത് കേട്ടതും അപ്പോൾ തന്നെ അയാൾ അതവിടെ വെച്ച് മാറി നിന്നു. സ്മാർട്ട് ഫോൺ പോലും ഇറങ്ങിയതറിയാത്ത പാവങ്ങൾക്ക് എന്ത് ക്യാമറ. ഇറങ്ങാൻ നേരം ചായയുടെയും പലഹാരത്തിൻ്റെയും കൂടി 20 രൂപ കൊടുത്തപ്പോൾ ആ മനുഷ്യൻ അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. സത്യത്തിൽ കണ്ണ് നിറഞ്ഞുപോയ ഒരു നിമിഷമായിരുന്നു അത്. നല്ല മനസ്സ് കാണിക്കാൻ നല്ല മനസ്സുണ്ടായാൽ മാത്രം മതി എന്ന് തിരിച്ചറിഞ്ഞ ദിവസം.
അവിടെ നിന്നിറങ്ങുമ്പോൾ എല്ലാവരും പുറത്തു വന്നു നിന്ന് യാത്രയാക്കുകയായിരുന്നു. അവർ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നു. ഒരുപക്ഷെ നല്ല മനസ്സുള്ള ആളുകളായതുകൊണ്ടാവാം അവർ അങ്ങനെ അവരോട് ചെയ്തത്. ഈ സംഭവം ഒരേ സമയം യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉണ്ടാകേണ്ട പ്രായോഗിക ബുദ്ധിയും അതുപോലെ നമ്മുടെ ഗ്രാമങ്ങളിലെ ആളുകളുടെ നിഷ്കളങ്കത തന്നെയുമാണ് കാണിക്കുന്നത്. ലക്ഷ്മിക്ക് പലപ്പോഴും ഈ പ്രായോഗിക ബുദ്ധി യാത്രയിലുടനീളം തുണയാകുന്നുണ്ട്. ജയ്പൂരിൽ തെറ്റായ യൂട്ടേൺ എടുത്തപ്പോൾ പോലീസുകാരൻ്റെ പിടിയിലാകുമ്പോഴും അവർക്ക് ഫൈൻ ഇല്ലാതെ രക്ഷപ്പെടാനാകുന്നതുമൊക്കെ പിന്നീട് നമ്മൾ ഈ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. യാത്രയിലുടനീളം റൈഡർ സുഹൃത്തുക്കൾ അവർക്ക് സഹായകമാകുന്നുണ്ട്. ലക്ഷ്മി യാത്ര ചെയ്യുന്ന അതേ സമയം യാത്ര പുറപ്പെട്ട പലരും അവരെ കാര്യമായി സഹായിക്കുന്നുണ്ട്. അത് പുസ്തകത്തിൽ ഉടനീളം അവർ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും മലപ്പുറത്തു നിന്നും കോട്ടയത്തുമുള്ള റൈഡേഴ്സ്. മോട്ടോർ സൈക്കിളിൽ ദൂരയാത്ര ചെയ്യുന്നവരെ അത്യാവശ്യം സംശയത്തോടെ കാണുന്ന ഒരു സമൂഹത്തിൽ റൈഡേഴ്സ് ഒരു വലിയ കൂട്ടായ്മയായി അവർക്കൊപ്പമുള്ളവരെ ജാതി മത വർണ്ണ വർഗ ഭേദമില്ലാതെ അവരൊന്നായി അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് പോകുന്നു. അവർക്ക് ഒരേ ഒരു പ്രണയം മാത്രമേ ഉള്ളൂ, അത് യാത്രയോട് തന്നെയാണ്. ഇടയ്ക്ക് മറ്റുള്ള റൈഡേഴ്സിനോടൊപ്പം ചേരുന്ന ലക്ഷ്മിയെ, അതായത് ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്കുള്ള യാത്രാമധ്യേ കുറേ നേരം കാണാതിരുന്നപ്പോൾ ഇന്ത്യ മുഴുവനുമുള്ള റൈഡേഴ്സിന് ആ വിവരം പോയി. മംഗലാപുരത്തെ കാദർഭായ് വരെ അറിഞ്ഞു എന്നാണ് ലക്ഷ്മി അത്ഭുതത്തോടെ പറയുന്നത്. റൈഡേഴ്സിൻ്റെ ഐക്യത്തിൻ്റെ ചെറിയൊരു ഉദാഹരണം മാത്രമാണിത്. ഒറ്റയ്ക്ക് അതുവരെ യാത്ര ചെയ്തപ്പോൾ പല സ്ഥലങ്ങളിലും ഇല്ലാതിരുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ആണുങ്ങളുടെ കൂടെ, അതായത് റൈഡർ സുഹൃത്തുക്കളുടെ കൂടെ പോകുമ്പോൾ ഉള്ളതായി അവർ വിവരിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ നോട്ടത്തിൻ്റെ അർത്ഥം വരെ മാറിപ്പോകുന്നതിനെക്കുറിച്ച് അവർ ഒരിടത്ത് പറയുന്നുമുണ്ട്. രാജസ്ഥാനിൽ ജയ്സൽമീറിൽ അവർ അപ്രതീക്ഷിതമായി രാത്രിയിൽ റൈഡർ സുഹൃത്തുക്കളുടെ കൂടെ കോടമഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന മൗണ്ട് അബുവിൽ ചിലവഴിച്ച നേരം അവർ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മയായാണ് പറയുന്നത്. അതുപോലെ ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകളുള്ള സമയത്തെക്കുറിച്ചും അവർ പറയുന്നുണ്ട്. ഹെൽമറ്റും കോട്ടുമൊക്കെ ധരിച്ച് വിയർത്തൊലിച്ച് ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോൾ അനുഭവിച്ച വേദനകൾ ഒരുപക്ഷെ സ്ത്രീ സമൂഹത്തിന് നന്നായി മനസ്സിലാകുമല്ലോ. അവരുടെ മറ്റൊരു ദീപ്തമായ ഓർമ്മ കുട്ടിക്കാലത്തെ തൻ്റെ അമ്മ ഡൽഹിയിൽ പോയപ്പോൾ ഇന്ത്യ ഗേറ്റിന് അടുത്ത് നിന്നെടുത്തൊരു ഫോട്ടോയാണ്. 5ാം ക്ലാസ്സിൽ ലക്ഷ്മി പഠിക്കുമ്പോൾ ഒരു അപകട മരണത്തിലാണ് അമ്മയെ നഷ്ടപ്പെടുന്നത്. തൻ്റെ അമ്മ മരണപ്പെട്ട ശേഷം അവർ അവശേഷിപ്പിച്ച ചില ഓർമ്മകളിൽ ഒന്നുകൂടിയാണ് ആ നിറം മങ്ങിയ ഫോട്ടോ. അമ്മയില്ലാതെ തൻ്റെ മുത്തശ്ശിയുടെ കൂടെ വളർന്ന ഒരു പെൺകുട്ടിക്ക് ഒരുപക്ഷെ അമ്മയുടെ സാന്നിധ്യം തന്നെയായിരുന്നു ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ്. വളരെ വൈകാരികമായാണ് അവർ ഡൽഹിയിലെ അനുഭവം നമ്മളോട് പങ്കുവെക്കുന്നത്. അവരുടെ മുത്തശ്ശിയെക്കുറിച്ചുള്ള ഓർമ്മകളും അവർ ജീവിതത്തിൽ എങ്ങനെയാണ് ലക്ഷ്മിയെ സ്വാധീനിച്ചതെന്നും മനസ്സിലാക്കുമ്പോഴാണ് ലക്ഷ്മിയുടെ യാത്രകളോടുള്ള പ്രണയം നമുക്ക് മനസ്സിലാകുന്നത്. യാത്രയിൽ അവർ ഏറ്റവും ദുർഘടമായ അവസ്ഥയിലെത്തുന്നത് മണാലിയിലേക്കുള്ള പാതയിലാണ്. ഉരുൾപൊട്ടി റോഡുകൾ തന്നെ ഇല്ലാത്ത അവസ്ഥയിൽ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന പാതയിൽ ശ്രമകരമായാണ് അവർ യാത്ര തുടരുന്നത്. കാശ്മീരിലെ കർത്തുങ്കലയിലേക്ക് കയറുമ്പോഴും സമാനമായ അനുഭവങ്ങൾ അവർ വിവരിക്കുന്നുണ്ട്. മണാലിയിൽ നിന്ന് കർത്തുങ്കലയ്ക്കുള്ള പാതയിൽ ഉരുൾപൊട്ടൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിമിഷങ്ങൾ മാറിയില്ലായിരുന്നെങ്കിൽ പാറക്കെട്ടുകൾക്കിടയിൽപ്പെട്ടു പോകേണ്ട ഭീതിജനകമായ അവസ്ഥ നമുക്ക് നെഞ്ചിടിപ്പുകളോടുകൂടിയേ വായിക്കുവാൻ കഴിയുള്ളൂ. അതുപോലെ ചാങ്ക്ല പാസിൽ നിന്ന് പാങ്ങോങ്ങിലേക്ക് പോകുമ്പോൾ ഓക്സിജൻ്റെ കുറവും സർവീസ് ചെയ്യാത്ത ബൈക്കിൻ്റെ പരിമിതികളും അവരെ മരണത്തെ മുഖാമുഖം കാണിക്കുന്നുണ്ട്. വ്യക്തമായി കാണാൻ പറ്റാത്ത രീതിയിൽ അതിവേഗത്തിൽ പോകുമ്പോൾ ഒരു വലിയ ഗർത്തത്തിൻ്റെ ഒരടി അകലത്തിൽ വെച്ച് എന്തോ ഉൾപ്രേരണയാൽ ബ്രേക്ക് അമർത്തി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് വായിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, വിറയാർന്ന കൈകളും ചുണ്ടുകളുമായാണ് പിന്നീട് അവിടുന്ന് യാത്ര തുടർന്നതെന്ന്. അവരുടെ മാത്രമല്ല, നമ്മുടെ കൈകളും ചുണ്ടുകളും വിറച്ചു പോകും. വായനക്കാരൻ്റെ ഹൃദയമെടുപ്പിനൊപ്പമാണ് പിന്നീട് അവർ പാങ്ങോങ്ങിൽ എത്തിച്ചേരുന്നത്. എല്ലാത്തിനും ഒടുവിൽ അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ, കർത്തുങ്കലയിലെത്തുമ്പോൾ ആ യാഥാർത്ഥ്യം ആദ്യം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കർത്തുങ്കലയിലെത്തിയപ്പോഴാണ് ആദ്യവും അവസാനവുമായി അവർ കരഞ്ഞത്. ഒന്നും ചെയ്യാനാവാതെ സ്തബ്ധയായാണ് അവർ ടോപ്പ് ഓഫ് ദി വേൾഡ് എന്നെഴുതിയ കോൺക്രീറ്റ് ഫലകത്തിൻ്റെ സമീപത്ത് ആദ്യ നിമിഷങ്ങളിൽ ചെലവഴിച്ചത്. അവരുടെ ലക്ഷ്യസ്ഥാനത്ത് 30 ദിവസങ്ങൾ സഞ്ചരിച്ച് എല്ലാ യാതനകൾക്കും ഒടുവിൽ കർത്തുങ്കലയിലെത്തുമ്പോൾ യാത്ര ഏകദേശം പകുതി പിന്നിട്ടിരിക്കുന്നു. പിന്നീട് ശ്രീനഗറിലേക്കും അമൃത്സറിലേക്കും ഗ്വാളിയറിലേക്കും ലുധിയാനയിലേക്കും റായ്പൂരിലേക്കും അവിടുന്ന് നാസിക്കിലേക്കും എത്തി.
നാസിക്കിൽ ബന്ദാരയിൽ എത്തിയപ്പോൾ ഹോട്ടൽ അന്വേഷിച്ച് വഴിതെറ്റി നടക്കുന്നതിനിടയിൽ ഒരു പോലീസുകാരൻ അവരോട് മോശമായി പെരുമാറുന്നുണ്ട്. യാത്രയിലെ ചുരുക്കം ചില മോശം അനുഭവങ്ങളിലൊന്നായിരുന്നു അത്. മറ്റൊരിടത്ത് ആർമൂറിൽ അവരെത്തുമ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ റൂം എടുക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് റൂം കൊടുക്കുന്നില്ല. ആഴ്ചകൾക്ക് മുൻപ് റൂം എടുത്ത ഒരു പെൺകുട്ടിയെ 4 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്യുകയും ആ കുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു അത്രേ. അവരോട് തർക്കിച്ച് ഒടുവിൽ റൂം തരപ്പെടുത്തുന്നുമുണ്ട് ലക്ഷ്മി. ആർമൂറിൽ നിന്ന് പിന്നീട് ഹൈദരാബാദിലേക്കും ബാംഗ്ലൂരിലേക്കും എത്തുന്ന ലക്ഷ്മി യാത്രയുടെ അവസാന ഘട്ടത്തിൽ 2 ദിവസം ഉദ്യാന നഗരിയിൽ താമസിച്ച് പൂർണ്ണ വിശ്രമം എടുക്കാൻ തീരുമാനിക്കുന്നു. കൽപ്പാത്തിയിൽ നിന്ന് കർത്തുങ്കിലേക്കുള്ള യാത്ര എന്തുകൊണ്ട് കന്യാകുമാരി വരെ നീട്ടിക്കൂടാ എന്ന് അവർ തീരുമാനിക്കുന്നതും അവിടെ വെച്ചാണ്. അങ്ങനെ K2K എന്ന യാത്ര ചെന്നൈയിലേക്കും മധുരയിലേക്കും രാമേശ്വരത്തേക്കും തിരുനെൽവേലിയിലേക്കും പിന്നീട് കന്യാകുമാരിയിലേക്കും അവിടെ നിന്ന് വീണ്ടും കേരളത്തിലൂടെ ഊട്ടിയിലേക്കും പോയിട്ടാണ് തിരികെ ലക്ഷ്മി പാലക്കാടേക്ക് എത്തുന്നത്. അടക്കിപ്പിടിച്ച ഒരു വിതുമ്പലോടെ വീഴാൻ തയ്യാറായ ഒരു തുള്ളി കണ്ണുനീരോടെ സ്വന്തം അച്ഛൻ അഭിമാനത്തോടെ മകളെ വീടിനകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ലക്ഷ്മിയുടെ ജീവിതത്തിലെ ഒരു യാത്ര പൂർണ്ണമാവുകയാണ്. അതും സുരക്ഷയ്ക്കായി കരുതിയിരുന്ന പെപ്പർ സ്പ്രേ ഒരിക്കൽ പോലും ഉപയോഗിക്കാതെ. ഒരു പെൺകുട്ടിയെ എന്താണ് ഇത്രയും സാഹസികമായ യാത്രയ്ക്ക് പ്രേരിപ്പിച്ചതെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഒരുപാട് സ്ത്രീകൾ ഇതിനു മുൻപോ ചിലപ്പോൾ ഇതിന് ശേഷമോ യാത്രകൾ ചെയ്തിട്ടുണ്ടാവും. ഈ പുസ്തകം 2 തവണ വായിച്ചപ്പോഴും ഞാൻ ചിന്തിച്ചത് ലക്ഷ്മിയുടേത് മാത്രമായ ജീവിതാനുഭവങ്ങളെക്കുറിച്ചാണ്. ഒരു സാധാരണക്കാരന് ചിന്തിക്കാവുന്നതിനപ്പുറം ഒരു പെൺകുട്ടിക്ക് 59 ദിവസങ്ങളും 11,000 കിലോമീറ്ററുകളും നിരവധി സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ കഴിഞ്ഞത് ചെറിയ പ്രായം മുതൽ അവർക്ക് നേരിടേണ്ടി വന്ന തീക്ഷ്ണമായ അനുഭവങ്ങളിൽ നിന്നുള്ള ഊർജമായിരിക്കും അല്ലേ? ഈ എപ്പിസോഡ് തയ്യാറാക്കുന്നതിന് മുമ്പ് ഞാൻ അവരുമായി സംസാരിച്ചിരുന്നു. ഈ യാത്ര അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. K2K യാത്രയ്ക്ക് ശേഷം അവർ ബഹ്റിനിൽ അവിടുത്തെ ഒരു റൈഡേഴ്സ് ക്ലബ്ബിൽ അവരുടെ ക്ഷണമനുസരിച്ച് തൻ്റെ യാത്രാനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ പോയി. ലക്ഷ്മി അവിടെ വെച്ച് തൻ്റെ ജീവിത പങ്കാളിയെയും കണ്ടെത്തി. കുറച്ചു നാളത്തെ പരിചയത്തിന് ശേഷം വിവാഹിതയായ ലക്ഷ്മി ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അമ്മയുമാണ്. ഒരുപക്ഷെ നമ്മളെപ്പോലെയുള്ളവർ കെട്ടുകഥകൾ വളരുന്ന കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ലക്ഷ്മി എന്ത് കഥകളായിരിക്കും തൻ്റെ മകന് പറഞ്ഞു കൊടുക്കുന്നതെന്ന് ഞാൻ വെറുതെ ആലോചിച്ചു. കാടും മേടും കടന്ന് ദൂരെ ഒരു മഞ്ഞുമലയിലേക്ക് ബൈക്ക് ഓടിച്ചു പോയ രാജകുമാരിയുടെ കഥ തന്നെയായിരിക്കും അല്ലേ? ഓരോ കഥകൾക്കും ഒടുവിൽ ആ കുഞ്ഞു കൺമിഴികൾ അത്ഭുതത്തോടെ വിടരുമായിരിക്കും, അതിശയത്തോടെ നോക്കുമായിരിക്കും, നമ്മളെപ്പോലെ തന്നെ അല്ലേ? എൻ്റെ മകൾ എന്നോട് അവൾക്ക് പ്രായമാകുമ്പോൾ ഒരു ദൂരയാത്രയ്ക്ക് പൊക്കോട്ടെ എന്ന് ഒരിക്കൽ ചോദിച്ചിരുന്നു. പഠനം കഴിഞ്ഞ് ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. ഈ അടുത്ത് ലക്ഷ്മിയുടെ പുസ്തകം ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തു. പുസ്തകത്തിൻ്റെ കവർ പേജിലെ അവരുടെ ചിത്രം കാണിച്ചു. ഈ ചേച്ചി കാശ്മീർ വരെ പോയതിനെക്കുറിച്ചുള്ള പുസ്തകമാണെന്ന് ഞാൻ പറഞ്ഞു. അവൾ അത്ഭുതത്തോടെ ആ പുസ്തകം വാങ്ങി മറിച്ചു നോക്കി. ഞാനപ്പോൾ അവളുടെ സങ്കല്പത്തിലെ യാത്ര എന്തായിരിക്കുമെന്ന് വെറുതെ ഊഹിച്ചു നോക്കി. ഒരു കാര്യം ഉറപ്പാണ്, അതൊരിക്കലും ലക്ഷ്മിയുടേതുപോലെ ആവില്ല. ലക്ഷ്മിക്ക് ഒരുപക്ഷെ അവളുടെ പ്രായത്തിൽ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് സങ്കല്പിക്കുവാൻ എൻ്റെ മകൾക്ക് കഴിയില്ല. ലക്ഷ്മിയുടേത് അവരുടേത് മാത്രമായ വഴികളാണ്. അതൊരിക്കലും മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. ഒരാൾക്കും അവരെ അനുകരിക്കാനാവില്ല. ഓരോ യാത്രയും അങ്ങനെ തന്നെയാണ്. ഓരോരുത്തരും അവരവരുടേതായ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ലക്ഷ്മിയുടെ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ സമർപ്പണത്തിൻ്റെ പേജിൽ പറയുന്നത് പോലെ ഈ എപ്പിസോഡ് യാത്രയെ പ്രണയിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. ലക്ഷ്മി എന്ന ലക്ഷ്മി അമ്മുവിൻ്റെ പുസ്തകം ഗിയർ ടു ലഡാക്ക് നിങ്ങൾക്കും ഓൺലൈനിൽ വാങ്ങിക്കാവുന്നതാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഇത് ലഭ്യമാണ്. ചെറിയ പുസ്തകമാണെങ്കിലും അവിശ്വസനീയമായ ഒരു സാഹസിക യാത്രയുടെ മികച്ച വായനാനുഭവമാണ്. കൽപ്പാത്തിയിലെ ഇല്ലായ്മയിൽ നിന്ന് സഞ്ചാര സാഹിത്യത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറിയ ദൃഢനിശ്ചയത്തിൻ്റെ ആൾരൂപമായ ലക്ഷ്മിക്കുള്ള അഭിനന്ദനങ്ങളാവട്ടെ നമ്മുടെ ഷെൽഫിലുള്ള അവരുടെ ആ ചെറിയ പുസ്തകം. കൽപ്പാത്തിയിൽ നിന്ന് കാശ്മീരിലെ കർത്തുങ്കലയിലേക്ക് സോളോ റൈഡ് നടത്തിയ ലക്ഷ്മി അമ്മുവിനെക്കുറിച്ചും അവരെഴുതിയ ഗിയർ ടു ലഡാക്ക് എന്ന പുസ്തകത്തെക്കുറിച്ചുമാണ് നിങ്ങൾ കേട്ടത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതട്ടെ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പോഡ്കാസ്റ്റ് ബൈ അർബിൻ ചന്ദ്രശേഖർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെയോ
ഫേസ്ബുക്ക് പേജിലൂടെയോ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ, ലക്ഷ്മി അമ്മുവിൻ്റെ ജീവിതം നിങ്ങൾക്കൊരു പ്രചോദനമായെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.